ഞാൻ കുളി കഴിഞ്ഞ് വന്ന് നെറ്റിയിൽ ഈ സിന്ദൂരം തൊട്ട പാച്ചുക്കുട്ടൻ ഇതെന്നും നോക്കാറുണ്ട് കേട്ടോ. ഞാൻ എന്താണ് ഈ കാണിച്ചു വെച്ചിരിക്കുന്നത് ഓർത്തിട്ടായിരിക്കും അവനീ നോക്കുന്നത്. ഞാനും പാച്ചുക്കുട്ടനും ഒരുങ്ങി ഈ ഉമ്മറപ്പടിയിൽ വന്നിരിക്കുന്നത് 2 അതിഥികൾ വരുമെന്ന് വിളിച്ചു പറഞ്ഞു കേട്ടോ. അപ്പൊ അവരെയും കാത്തുള്ള ഇരിപ്പാണ്. ഗസ്റ്റ് ഉണ്ടെന്നൊക്കെ പറഞ്ഞാൽ മനസ്സിലാക്കാനുള്ള പ്രായമൊന്നും എന്റെ പാച്ചുക്കുട്ടനായിട്ടില്ല കേട്ടോ. അവൻ ഈ റോഡിലേക്ക് നോക്കിയിരിക്കുന്നത് അതുവഴി ഒരു വണ്ടി ഹോൺ അടിച്ച് പോകുന്നുണ്ട്, അതും കണ്ടോണ്ടിരിക്കുകയാണേ. ഗസ്റ്റ് ഒന്നും ഇപ്പോഴേ വരുന്ന ലക്ഷണമൊന്നുമില്ല, പക്ഷെ മഴയും കാറ്റും വരാനുള്ള നല്ല ലക്ഷണം ഞാൻ കാണുന്നുണ്ട്. അങ്ങനെ ഈ മഴ പെയ്യുന്നത് നോക്കി ഇരിക്കാന്ന് വിചാരിച്ച് അവിടെ തന്നെ ഇരുന്നപ്പോഴാണ് അമ്മ വന്ന് പറഞ്ഞത് ചമ്മന്തിപ്പൊടി അടിക്കാൻ പോവാണ്, വീഡിയോ എടുക്കുന്നെങ്കിൽ വരാനായിട്ട്. അടുക്കളയിലെത്തി എന്റെ ക്യാമറ കണ്ടപ്പോ തേങ്ങാ കുട്ടപ്പന്മാരെന്റെ ക്യാമറ നോക്കി ചിരിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ചമ്മന്തിപ്പൊടിയുടെ റെസിപ്പി ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യാം, എല്ലാവരും ഒന്ന് പോയി കണ്ടു നോക്കണേ. ഗസ്റ്റിനെ കാത്തിരുന്ന് ക്ഷീണിച്ച് എന്റെ പാച്ചുക്കുട്ടൻ ഇറങ്ങി. അങ്ങനെ കുറെ സമയം കഴിഞ്ഞപ്പോ അവരെത്തി കേട്ടോ. വന്നിരിക്കുന്നത് പാച്ചുക്കുട്ടന്റെ മൂത്ത അപ്പയും ചേട്ടനും 2 മക്കളുമാണ്. വന്നപ്പോ മുതൽ മക്കൾ ഇതേ പാച്ചുക്കുട്ടനെ ഉണർത്താനുള്ള കഠിന പരിശ്രമത്തിലാണ്. സാധാരണ ഒരു കരിയില വീണാൽ അപ്പൊ തന്നെ ചാടി എഴുന്നേക്കുന്ന പാച്ചുക്കുട്ടനെ ഇതിപ്പോ ഇവന്റെ അഭിനയാണോന്ന് എനിക്കൊരു സംശയമുണ്ട്. പറയാൻ പറ്റില്ല, ഏട്ടന്റെ അല്ലേ മോൻ, ചിലപ്പോ അഭിനയായിരിക്കും. ഇതാണ് പാച്ചുക്കുട്ടന്റെ അനുഷ്ക ചേച്ചിയും അനുഷയേട്ടനും കേട്ടോ. അങ്ങനെ അവരുടെ കഠിന പരിശ്രമത്തിനൊടുവിൽ പാച്ചുക്കുട്ടൻ എഴുന്നേറ്റ് അനുഷ്ക ചേച്ചിയോട് കളിക്കാനായിട്ട് തുടങ്ങിയേ. മോളുടെ അടുത്ത് പാച്ചുക്കുട്ടൻ പെട്ടെന്ന് തന്നെ അടുത്ത് അവര് കളിക്കാൻ തുടങ്ങിയ. അനുഷാണെങ്കിൽ പാച്ചുക്കുട്ടനെ കാണാനെന്നും പറഞ്ഞാണ് വന്നത്. പക്ഷെ വന്നപ്പോ മുതൽ അവൻ എന്റെ ഫോൺ വെക്കുന്ന സ്റ്റാൻഡും മൈക്കും ഒക്കെ തപ്പിയുള്ള നടത്താണ്. ചേച്ചിയുടെ വീഡിയോ എടുക്കാൻ കുറെ നേരം കൊണ്ട് ഞാൻ ശ്രമിക്കുകയാണ്, പക്ഷെ അതെങ്ങനെ നടക്കാൻ, എപ്പോഴും ഈ കഴിപ്പ് തന്നെയാണ് വന്നപ്പോ മുതല്. ചേട്ടൻ അറിയാതെ പിന്നെ ഞാൻ ചേട്ടന്റെ ഒരു അൺഎക്സ്പെക്ടഡ് വീഡിയോ കൂടി എടുത്തിട്ടുണ്ട്. പിന്നെ അവര് കൊണ്ടുവന്ന ചോക്ലേറ്റ് ഒക്കെ അപ്പൊ തന്നെ പൊട്ടിച്ച് കഴിച്ച്. ഇത് കാണാൻ നല്ല രസമുണ്ടല്ലേ, ചേട്ടൻ പുറത്തുനിന്ന് വന്നപ്പോ കൊണ്ടുവന്നതാണേ. ഇതിനിടയിൽ ചേച്ചി അടുക്കളയിൽ ചെന്നപ്പോ അവിടെ ചമ്മന്തിപ്പൊടി ഇടിച്ചതൊക്കെ ഇരിക്കുന്നു. പിന്നെ അതും എടുത്ത് കുറച്ചൊന്ന് ടേസ്റ്റ് ചെയ്തപ്പോഴാണ് ചേച്ചിക്ക് സമാധാനം ആയത്. അമ്മയാണെ അമ്മയെ കാണിക്കല്ലെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് കേട്ടോ. വീഡിയോ എടുക്കുന്നത് കണ്ടിട്ടാണോ എന്താന്ന് എനിക്ക് അറിഞ്ഞൂടാ. ചമ്മന്തിപ്പൊടി വായിലിട്ട് സൂപ്പറാണെന്ന് പറയുന്നതൊക്കെ അടിപൊളി എക്സ്പ്രഷൻസിലൂടെയാണ്. ഇതിന്റെ ഇടയിൽ ഞാൻ കുക്കിംഗ് വീഡിയോ ഒക്കെ ഇതിന്റെ പുറത്തിട്ടാണോ എടുക്കുന്നതെന്നൊക്കെ ചോദിച്ചിട്ട് എന്റെ സാധനങ്ങളൊക്കെ എടുത്തു നോക്കി അവിടെ നിന്ന് കമന്റ്സും പറയുന്നുണ്ട്. അങ്ങനെ സംസാരിച്ചിരുന്ന സമയം പോയതേ അറിഞ്ഞില്ല. വൈകുന്നേരം ആയപ്പോഴത്തേക്ക് അവര് പോവാണ്. മനുഷ്യനാണെ പോകാൻ തീരെ താല്പര്യമില്ല. അവൻ പോയിട്ട് വീണ്ടും വീണ്ടും തിരിച്ചു വന്ന് പാച്ചുക്കുട്ടൻ ഉമ്മ കൊടുത്തോണ്ടേ ഇരിക്കുകയാണ്. അങ്ങനത്തെ അവര് വണ്ടിയിൽ കയറി പോയിട്ടുണ്ട്. മഴയും ചെറുതായിട്ട് ചാറി തുടങ്ങിയേ. വിരുന്നുകാർ വന്നിട്ട് പോയ നമ്മള് സ്ഥിരം പരിപാടിയാണല്ലോ അവര് കൊണ്ടുവന്ന അപ്പക്കെട്ടിൽ എന്താണെന്ന് നോക്കുക എന്നുള്ളത്. അതിൽ നിന്നാണ് ചൂടോടെ ഒരു ഉഴുന്നുവടയും കിട്ടി. അപ്പൊ അത്രയൊക്കെ ഉള്ളൂ. ടാറ്റാ ബൈ ബൈ, സീ യു.